ഞാൻ രാവിലെ എപ്പോഴാണ് എഴുന്നേക്കുന്നത് വെച്ചാൽ അപ്പം തന്നെ നിധി എഴുന്നേക്കും കേട്ടോ. ആൾ എൻ്റെ കൂടെ തന്നെ കളിക്കുന്നുണ്ട്. അപ്പം അച്ഛൻ എന്താ പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് വരാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അങ്ങനെ പിന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞു ഇന്ന് നീ ഏതായാലും പോണ്ട, മാറ്റി നിൽക്കുകയായിരുന്നു. അപ്പം പോണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അച്ഛൻ പിന്നെ അവിടെ ഇരുന്നിട്ടോ. അങ്ങനെ ചായ ഞാൻ ഉണ്ടാക്കി കൊടുത്ത് അച്ഛനെ പുറത്ത് ഒന്ന് നടന്ന് വരണം, അതിന് വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞാൻ നേരെ കിച്ചണിൽ കയറിയതാ പുട്ടും ചെറുപയർ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ചായക്കും വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നിധി അവിടെ നിന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ശ്രീക്കുട്ടി ഈ സമയത്ത് ഉറങ്ങാൻ കേട്ടോ, എഴുന്നേറ്റില്ല ആൾ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ 2 ദിവസം കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചെന്നാൽ ഉറങ്ങിക്കോട്ടെ എന്ന്. അപ്പോൾ പുട്ടുപൊടി കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ബാക്കി പൂരിയും കൂടി ഉണ്ടാക്കിയിട്ടോ. പൂരി ആകുമ്പോൾ പിന്നെ വേഗം പ്രസ്സുള്ളതുകൊണ്ട് നമുക്ക് പരത്തിയെടുക്കാമല്ലോ. അപ്പോൾ അങ്ങനെ പൂരിയൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ചായക്കായിട്ട് പിന്നെ ശ്രീക്കുട്ടിനെ വിളിക്കാൻ വിചാരിച്ചിട്ട് അതുവരെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ മഴയും സ്കൂളിൽ പോക്കും ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പൂരിയൊക്കെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ചായയൊക്കെ കുടിക്കണം. അപ്പോൾ ഞാൻ കാപ്പിയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഈ ഒരു പാക്കറ്റാണ് കേട്ടോ ഞാൻ വാങ്ങാറ്. അതാകുമ്പോൾ നമുക്ക് എത്ര ചായ വേണമെങ്കിൽ അതിലേക്ക് നോക്കിയിട്ട് പൊട്ടിച്ചാൽ മതിയല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ കാപ്പിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ശ്രീക്കുട്ടീനെ വിളിച്ചിട്ട് ചായ കുടിച്ച് വരാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ഞാൻ വീഡിയോ എടുത്തുള്ളത്, അതിന് മുന്നേ വീഡിയോ എടുത്തിട്ടില്ല. കാരണം ഇന്ന് എനിക്ക് കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലത്തെ ചെറുപയർ കറിയും പിന്നെ മുട്ട ഫ്രൈയും പിന്നെ വഴുതനങ്ങ വറുത്തത് സോയ വറുത്തതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി കിച്ചണും കൂടെ ക്ലീൻ ആക്കാണ്ടായിരുന്നു. അപ്പോൾ കിച്ചണിൻ്റെ ഈ ചിമ്മിണിയൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ സ്മെല്ലൊന്നും പിന്നെ വലിച്ചെടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിച്ചണൊക്കെ ഒന്ന് തുടച്ചിട്ട് ഇന്നിപ്പോൾ ബാക്കിയുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ബ്രെഡും കൂടി പൊരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും അടുത്ത വീഡിയോ കാണാം.